നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. അതായത് നമ്മുടെ രേവതിക്കുട്ടിയുടെ സ്റ്റോറിയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഏകദേശം ഇപ്പോൾ അവരുടെ ഒരു മകളായിട്ടാണല്ലോ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക അധികാരത്തോടെയും സന്തോഷത്തോടെയൊക്കെയാണ് ആ വീട്ടിൽ രേവതിക്കുട്ടി ജീവിക്കുന്നത് കേട്ടോ. അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരു ജോലിക്കാരിയായിട്ടല്ല ഗ്രേസമ്മയും മാമച്ചായനും അവളെ കാണുന്നത്. അവൾക്ക് ബാങ്കിലൊരു അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്, അതിലേക്കാണ് മാസം മാസം ശമ്പളം ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ആ ശമ്പളം അവൾക്ക് ഒന്നിനും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. കാരണം അവളുടെ എല്ലാ ചിലവുകളും നോക്കുന്നത്. കാരണം അവൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് കഴിക്കാം. പുറത്തേക്കൊരു ചിലവൊന്നുമില്ല. പിന്നെ അവൾക്ക് വേണ്ട ഡ്രസ്സും സാധനങ്ങളൊക്കെ അവർ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്നും അവളുടെ കാശ് കൊണ്ടല്ല. അങ്ങനെ അവളെ സ്വന്തം ഒരു മകളെപ്പോലെ തന്നെയാണ് അവർ കൊണ്ടെടുക്കുന്നത് കേട്ടോ. ഒരു പേരക്കിടാവിനേക്കാളും ഒരു കൊച്ചുമകളെക്കാളും കുറച്ചുകൂടെ പ്രായമുണ്ട്. കൊച്ചുമകളുള്ള പ്രായമല്ല, ശരിക്കും ഒരു ചെറിയ ഒരു വയസ്സാം കാലത്തുണ്ടായ മക്കളെന്നൊക്കെ പറയില്ല. അപ്പോൾ അതുപോലൊരു മകളായിട്ടാണ് അവരെ കൊണ്ട് നടക്കുന്നത് കേട്ടോ. രേവതിക്കുട്ടീനെ അവർ രണ്ടുപേരും കൊണ്ടെടുക്കുന്നത്. ഇടയ്ക്ക് ചീത്തയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ സ്നേഹം കൊണ്ടുള്ള ചീത്ത പറച്ചിലാണെന്ന് രേവതിക്കുട്ടിക്ക് മനസ്സിലാവാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലൊരു രാജകുമാരിയായിട്ടാണ് രേവതിക്കുട്ടി നടക്കുന്നത്. അങ്ങനെ രേവതിക്കുട്ടിയുടെ ജീവിതത്തിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഒരു നമ്മുടെ മാമച്ചായൻ്റെ സഹോദരിയുടെ മകനാണ് കാനഡയിൽ ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ചെറുക്കൻ ഒരിക്കൽ ഈ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതിക്കുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്. അത് കണ്ടതോട് കൂടിയിട്ട് ഗ്രേസമ്മ നന്നായിട്ട് വഴക്ക് പറഞ്ഞ് അവനെ ഇനി മേലെ നീ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് ഇതിനാണോ നീ വന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതായത് അവനൊരു ദിവസം അവന് വരാഞ്ഞിട്ട് ഗ്രേസമ്മയ്ക്ക് ഭയങ്കര പരാതിയാണല്ലോ. അവന് കാനഡയിൽ നിന്ന് വന്നിട്ട് ഈ എറണാകുളം വരെ വന്നിട്ട് ഇവിടേക്കൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ പരാതി തീർക്കാൻ എന്നുള്ള രീതിയിൽ അവൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടീനെ കാണുമ്പോൾ അവനൊരു വല്ലാത്ത ഒരു, അതായത് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൺപിള്ളേരല്ല, അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻഫാക്ച്വേഷൻ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു അട്രാക്ഷനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രേവതിക്കുട്ടീനെ കാണുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വീട്ടു ജോലിക്കാരിയായിട്ട് നിൽക്കുന്നു, അങ്ങനെയുള്ള ഒരു മൈൻഡിലൂടെ കാണുക കേട്ടോ. അതുപോലെ അവൻ വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ കിടന്ന റൂമിലാണല്ലോ ആൻറ്റി അവളെ കിടത്തിയേക്കുന്നത്, അവളെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ അവൾ അവിടെ കിടന്നോട്ടെ എന്നൊക്കെ പറയാണ്. നീ വേറെ റൂമിൽ പോയി കിടന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങനെ മാറ്റുന്നുണ്ട്. അതിലൊക്കെ അവന് കുറച്ച് കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അവളോട് ഒരു മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. അതായത് മോശമായിട്ടല്ല, പക്ഷേ അവളെ ഒരിക്കലും അവൻ അംഗീകരിക്കാത്ത രീതിയിൽ, ആ വീട്ടിൽ അവൻ മതി എന്നുള്ളൊരു രീതിയിൽ അവളെ വെറും വേലക്കാരിയായിട്ട് കാണുക, ഇവൻ അവിടുത്തെ ഒരു വലിയ ആൾ എന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമൊക്കെ ആയിട്ട് അതിന് ഗ്രേസമ്മ നന്നായിട്ട് വഴക്ക് പറയും. അവനോട് ഇങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവൾ ഞങ്ങളെ മകളാണ്, ഞാനായിരുന്നല്ലോ ആൻറ്റി ഇവിടെ കുറേ നാളുണ്ടായിരുന്നത്, അന്ന് നിങ്ങൾക്ക് ഞാൻ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നീ മതിയായിരുന്നു, പക്ഷെ നീ പോയതിന് ശേഷം നീ ഇങ്ങോട്ടേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, ഞങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയതല്ലേ, ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ് രേവതിക്കുട്ടി, രേവതിക്കുട്ടിയെ ഞങ്ങൾക്ക് ഒരിക്കലും ഉപേക്ഷിച്ച് കളയാനോ വിട്ട് കളയാനോ ഒന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ നീ വന്നില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരണ്ട, ഞങ്ങളുടെ മകനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ, ഇവളെ നിനക്ക് അനിയത്തിക്കുട്ടിയായിട്ട് കാണാൻ പറ്റുമെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് പോര് എന്നൊക്കെ പറഞ്ഞ് അവനോട് പറയട്ടെ. അപ്പം ശരി എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ പോകുന്നു. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ അവന് പരാതി പറയണ്ടല്ലോ എന്ന് ഓർത്ത് വന്നതാണ്. അവൻ അത്ര താല്പര്യം ഉണ്ടായിട്ട് വന്നതൊന്നുമല്ല, ജോലിയും ഇതൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ രേവതിക്കുട്ടീനെയാണെങ്കിൽ ഇവർ കോളേജിൽ കൊണ്ടുപോയി ചേർക്കാൻ പോവാട്ടോ. കോളേജിൽ അതായത് +2 കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ രേവതിക്കുട്ടി. അപ്പോൾ ഇനി കോളേജിലേക്ക് തുടർന്ന് പഠിപ്പിക്കണം, ഡിസ്റ്റൻസ് ആയിട്ടാണെങ്കിലും പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഗ്രേസമ്മ പറയുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലൊന്നും പഠനം നടക്കത്തില്ല, നമുക്ക് കോളേജിൽ ചേർക്കാം. അങ്ങനെ ഗ്രേസമ്മ ഒരു തീരുമാനം എടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ രേവതിക്കുട്ടീനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ +2 ഏതായിരുന്നു സബ്ജക്റ്റ് എന്ന് ചോദിക്കട്ടെ. അപ്പോൾ സയൻസ് ആയിരുന്നു എന്ന് പറയാണ്. അപ്പം നിനക്ക് ഇനി തുടർന്ന് പഠിക്കാൻ ഏതാണ് താല്പര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് തുടർന്ന് BSc പഠിക്കാനാണ് താല്പര്യം, BSc മാത്സ് പഠിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയണം. അങ്ങനെ എന്നാൽ അതിന് പറ്റിയ കോഴ്സൊക്കെ നമുക്ക് നോക്കി ഏത് കോളേജിലാണുള്ളത് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെ വീട്ടിലിരുന്ന് പഠിച്ചോളാം, കോളേജിലൊക്കെ പോകുമ്പോൾ വീട്ടിൽ ജോലിയൊക്കെ ആര് ചെയ്യും, ആ വീട്ടിൽ ജോലിയൊക്കെ അതിൻ്റെ മുറയ്ക്ക് ചെയ്യാം, നീ വീട്ടിൽ ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ട് പോയിക്കോ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ കോളേജിൽ തന്നെ പോയി പഠിച്ചാൽ മതി, അല്ലാതെ വീട്ടിലിരുന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല, കോളേജിൽ പോയി പഠിക്കുമ്പോഴേ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ കോളേജിൽ പോയിട്ട് രേവതിക്കുട്ടിക്ക് BSc മാത്സിന് അഡ്മിഷൻ സെറ്റാക്കുക കേട്ടോ, മാമച്ചാനും ഗ്രേസമ്മയും കൂടെ. അങ്ങനെ രേവതിക്കുട്ടീനെ കോളേജിൽ കൊണ്ടുപോയി അഡ്മിഷൻ നടത്തിയതിന് ശേഷം അവരൊരു ഔട്ടിങ് പോവുകയാണ്.
പോകുന്നത് ബീച്ചിലും പാർക്കിലും അതുപോലെ മോളിലും ഒക്കെ ആയിട്ട് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് രേവതിക്കുട്ടീനെയും കൊണ്ട് പോകട്ടെ. രേവതിക്കുട്ടിയാണെങ്കിൽ ഒരു പൂമ്പാറ്റേനെ പോലെ ഇങ്ങനെ പാറി നടക്കുകയാണ്. കാരണം ഇവരുടെയൊക്കെ സ്നേഹത്തിൻ്റെ ഇടയിൽ ഒരു പൂമ്പാറ്റയായിട്ട് പാറി നടക്കുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ ബീച്ചിലൊക്കെ പോയിട്ട് ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സന്തോഷിക്കട്ടെ മാമച്ചാനും ഗ്രേസമ്മയും. കാരണം അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആകെ ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകനാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു. മോനെ അത്രയും അവർ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും രേവതിക്കുട്ടി വന്നതോട് കൂടിയിട്ട് അവരുടെ ലൈഫ് ഒരു പുതുജീവൻ വന്നേക്കാട്ടോ. മാമച്ചാൻ്റെയും ഗ്രേസമ്മയുടെയും എന്തൊക്കെയോ ജീവിതത്തിൽ ഒരർത്ഥം വന്നതുപോലെ ഇനി ഒരുപാട് ജീവിക്കണം, ഇനി ഒരുപാട് കാലം ജീവിക്കാനുണ്ട്, ഇവൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് ഉണ്ടാവുകയാണ്. അവരെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സെർവൻ്റ് ആണെന്നുള്ള ചിന്തയേ ഇല്ല കേട്ടോ. സ്വന്തം മകള് എന്നുള്ള രീതിയിലുള്ള കെയറിങ് ഒക്കെയാണ് കേട്ടോ അവൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് പോവാണ് അവരുടെ ലൈഫ്. അതേസമയം നമ്മുടെ ചിന്നുമോളാണെങ്കിൽ അലീനയും അതുപോലെ രവി ആൻറ്റീനെയും കാണാനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നും പ്രശ്നങ്ങളാട്ടോ, എപ്പോഴും പ്രശ്നങ്ങളാണ്. ആ സമയത്ത് സിസ്റ്റർ അലീനയെ വിളിക്കുന്നുണ്ട്. ചിന്നുമോൾ ഏത് സമയം നിങ്ങളെ കാണണമെന്നും പറഞ്ഞ് പ്രശ്നമാണ്, എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് പോയി, ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്, ഒരു വണ്ടി വന്ന് ഇടിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ സിസ്റ്റർ ഞാൻ വരാം, ഒരു ദിവസം ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ 2 പേരും കൂടി വരാം, നിങ്ങൾ എങ്ങനെ വരും, നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ സിസ്റ്റർ ചോദിക്കുമ്പോൾ എന്തേലും വഴി ഉണ്ടാക്കാം, ഞാനിനി എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ രേവതിക്കുട്ടീനോട് വരാൻ പറയാം എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ഒരു ദിവസം അലീന രേവതിക്കുട്ടീനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിയോട് പറയാട്ടോ. അപ്പോൾ അതൊക്കെ കൂടി കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമാവുകയാണ്. എന്താ ഇനിയിപ്പോൾ ചെയ്യുക, ചിന്നുമോളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന്, ചിന്നുമോളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യും, എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ എന്താണ് ഞാൻ അങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞു നോക്കട്ടെ. നീ എന്താ വിളിച്ച അങ്കിള് ആൻറ്റി എന്നൊന്നും ചോദിക്കട്ടെ അലീന. എന്നോട് ഇനി അങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്, കൊച്ചമ്മാന്നും സാറേന്നൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞേക്കുക എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് എന്നോടും പറഞ്ഞു ആൻറ്റീന്ന് വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ എന്താണെങ്കിലും ഞാൻ അങ്കിളിനോടും ആൻറ്റിയോടും സംസാരിക്കട്ടെ, ഒന്ന് പോയി കാണാൻ പറ്റുമോ എന്നുള്ളത്. കാരണം എറണാകുളത്ത് തന്നെയാണ് ഈ സ്ഥാപനം, ചിന്നുമോൾ നിൽക്കുന്ന സ്ഥാപനം ഉള്ളത് കേട്ടോ. അങ്ങനെ അലീന പറഞ്ഞത് കേട്ടിട്ട് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അവൾക്ക് അവിടെ സുഖമാണോ എന്നൊക്കെ ചോദിക്കണം. അതെ, പിന്നെ എന്താ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ കേട്ടല്ലോ എന്ന് പറയട്ടെ. ആർക്കാ ആക്സിഡൻ്റ് ആയെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ചിന്നുമോള്, അവളെ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയേക്കാണ്, അവൾ ഞങ്ങളെ കാണാൻ ഒരു ദിവസം ഇറങ്ങി ഓടിപ്പോയി, എന്നിട്ട് റോഡിലേക്ക് പോയിട്ട് വണ്ടി വന്ന് ഇടിക്കേണ്ടതായിരുന്നു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാട്ടോ. അപ്പോൾ എവിടെയാണ് ആ സ്ഥാപനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഞങ്ങളെ അന്വേഷിച്ച് അവൾ എപ്പോഴും കരച്ചിലാണ് എന്നാ ചേച്ചി പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒന്ന് പോയി കാണണമെന്നുണ്ടെന്ന് പറയട്ടെ രേവതിക്കുട്ടി. അപ്പോൾ ആ സ്ഥാപനം എവിടെയെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പോയി കാണാം, പക്ഷെ കാണുമ്പോൾ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിന്നുമോൾ അവിടെ നിൽക്കത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാമെന്ന് പറയാണ്. അങ്ങനെ മാമച്ചാനും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടെ ഒരു ദിവസം ചിന്നുമോളെ കാണാനായിട്ട് പോവാട്ടോ. അലീനയ്ക്ക് എന്തായാലും അവിടെ നിന്ന് വരാൻ പറ്റത്തില്ല, വൈജയന്തി എന്തായാലും വിടത്തില്ല, അവിടെ ഒരുപാട് ജോലികളും ഒക്കെ അല്ലേ. അങ്ങനെ കാണാൻ പോവുകയാണ്. അങ്ങനെ ആ സ്ഥാപനത്തിലെത്തുമ്പോൾ രേവതിക്കുട്ടിയെ കാണുമ്പോൾ സിസ്റ്റർക്ക് മനസ്സിലാവുക കേട്ടോ, ചിന്നുമോളെ കൊണ്ടുവന്ന് ആക്കിയതുകൊണ്ട്. അപ്പം നിങ്ങളെ അന്വേഷിച്ച് ഏത് സമയം കരച്ചിലാണ്, ഇറങ്ങിപ്പോയതും വണ്ടി ഇടിക്കാൻ വന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം ഗ്രേസമ്മയും മാമച്ചാനും ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ അങ്കിളും ആൻറ്റിയും എന്ന് പറയാണ് രേവതിക്കുട്ടി. അപ്പോൾ ചിന്നുമോളൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പം ചിന്നുമോളെ കണ്ടു കഴിഞ്ഞാൽ, എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾ പിന്നെ പോവത്തില്ല, ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല, അപ്പോൾ എന്താ ചെയ്യാന്ന് ഓർത്തിട്ട് അപ്പോൾ ചിന്നുമോളെ രേവതിക്ക് കാണാം, പക്ഷേ രേവതിക്കുട്ടിക്ക് കാണാം, രേവതിക്കുട്ടീനെ ചിന്നുമോള് കാണണ്ടാന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിൽക്കണം. അപ്പോൾ ചിന്നുമോൾ അവിടെ ഇങ്ങനെ കളിക്കാതെ ഒരു സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. മറ്റുള്ള കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ചിന്നുമോൾ കളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഗ്രേസമ്മയും മാമച്ചാനും ആദ്യമായിട്ട് ചിന്നുമോളെ കാണുക കേട്ടോ. അപ്പോൾ ചിന്നുമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചിന്നുമോൾ ഇങ്ങനെ കളിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നുക കേട്ടോ. ആ കുഞ്ഞിനോട് ഭയങ്കര സന്തോഷം, ഭയങ്കര ഇഷ്ടം തോന്നുകയാണ്. കണ്ടിട്ട് എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളൊരു മുഖം പോലെ തോന്നുക കേട്ടോ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട്. അപ്പോൾ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, ചിന്നുമോൾ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ കളിക്കാൻ പോകണില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കളിക്കുന്നില്ല എന്ന് പറയാണ് ചിന്നുമോൾ. അപ്പോൾ എന്താ കളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് രേവതി ആൻറ്റീനെ അലീന ആൻറ്റീനെ കാണണം എന്ന് പറയാം കേട്ടോ. അവർ ഒരു ദിവസം വരും. അപ്പോൾ ഇതൊക്കെ രേവതിക്കുട്ടി അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ
ചിന്നുമോളടുത്ത് വന്നിട്ട് ഗ്രേസമ്മയും മാമച്ചാനും കൂടി ഗ്രേസമ്മ സംസാരിക്കുകയാണ്. മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ചിന്നുമോൾ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ചിന്നുമോൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എനിക്ക് രേവി ആൻറ്റീനെ കാണണം, രേവി ആൻറ്റി എവിടെയാന്നൊക്കെ ചോദിക്കുകയാണ്. രേവി ആൻറ്റി അവിടെ ഉണ്ടല്ലോ, രേവി ആൻറ്റിയുടെ രേവി ആൻറ്റി ഞങ്ങളുടെ വീട്ടിലാണ് രേവി ആൻറ്റി നിൽക്കുന്നതെന്ന് പറയാട്ടോ ഗ്രേസമ്മ. ആണോ, എന്നിട്ട് രേവി ആൻറ്റി വന്നില്ലേ, രേവി ആൻറ്റി വന്നോ, എവിടെയാണുള്ളത് രേവി ആൻറ്റി, രേവി ആൻറ്റി ഇങ്ങനെ വിളിച്ച് നോക്കുക കേട്ടോ. രേവി ആൻറ്റി വന്നില്ല, ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ, രേവി ആൻറ്റിക്ക് പനിയാണ്, അത് കാരണം രേവി ആൻറ്റി വന്നില്ല എന്ന് പറയാട്ടോ. ആണോ, രേവി ആൻറ്റിക്ക് പനിയാണോ, ഇനി എന്നാൽ രേവി ആൻറ്റീൻ്റെ പനി മാറുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവി ആൻറ്റീൻ്റെ പനി മാറുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മ ആ കുഞ്ഞിനെ കൊഞ്ചിച്ച് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഗ്രേസമ്മയ്ക്കും മാമച്ചാനും ആർക്കും ആ സമയത്ത് അറിയില്ല അത് അവരുടെ സ്വന്തം മകൻ്റെ കുഞ്ഞാണെന്നുള്ളത്. എന്താണെങ്കിലും ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് എല്ലാം അറിയുന്ന ഒരു ദിവസമുണ്ട്. ഈ സ്റ്റോറി ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രേസമ്മേൻ്റെ മാമച്ചാൻ്റെ കുഞ്ഞാണ് ചിന്നുമോൾ എന്നുള്ളത്, രേവതിക്കുട്ടി അലീനയും കണ്ടെത്തുന്ന ഒരു സ്റ്റോറി. അപ്പോൾ എന്താണെങ്കിലും ആ സ്റ്റോറി കാണാത്തവരൊന്ന് കാണുക കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ചിന്നുമോളെ കൊഞ്ചിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു പോവുക കേട്ടോ. അപ്പോൾ രേവതി ചിന്നുമോളുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ ചിന്നുമോൾ പിന്നെ വിടൂലല്ലോ, ചിന്നുമോൾ അവരുടെ കൂടെ ചെല്ലണമെന്ന് പറയും. പക്ഷേ അങ്ങനെ കൊണ്ടുപോകാനും പറ്റത്തില്ലല്ലോ, അവിടെ രേഖയിലൊക്കെ എഴുതി വെച്ചതല്ലേ. അങ്ങനെ ഇവർ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഗ്രേസമ്മയുടെ മനസ്സ് മുഴുവൻ ചിന്നുമോളാട്ടോ. ആ ചിന്നുമോളെ കാണും തോറും അവർക്ക് അവരുടെ മകനെ ഇങ്ങനെ ഓർമ്മ വരിക കേട്ടോ. എന്തോ ഒരു സാമ്യം ഉള്ളതുപോലെ തോന്നുകയാണ്. അവളുടെ സംസാരം, ആ ചിരിയും സ്റ്റൈലൊക്കെ കണ്ടിട്ട് തൻ്റെ മകനുമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഗ്രേസമ്മ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. സങ്കടവും സന്തോഷമൊക്കെ കൂടിയാണ്. അപ്പം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഗ്രേസമ്മ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കട്ടോ. അല്ല മാമച്ചായൻ ശ്രദ്ധിച്ചു ആ കുഞ്ഞിനെ, എന്ത് ക്യൂട്ടാണല്ലേ, എന്താ പറയുക, എന്തൊരു ഓമനത്തുള്ളൊരു കുഞ്ഞാണത്, എനിക്ക് നമ്മുടെ മോനെയാണ് ഓർമ്മ വന്നത് എന്ന് പറയട്ടെ ഗ്രേസമ്മ ആ സമയത്ത്. അത് കേട്ടപ്പോൾ മാമച്ചായനും വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ മോനും കുഞ്ഞതായിരുന്നപ്പോൾ ഇതുപോലെയല്ലേ ഇരുന്നത്, ഏകദേശം ആ ഒരു ഫേസ് കട്ട് തോന്നുന്നില്ലേ മാമച്ചായൻ ചോദിക്കുകയാണ്. മാമച്ചായൻ പറയുന്നുണ്ട്, അതെ ശരിക്കും എനിക്കും അങ്ങനെ ഒന്ന് തോന്നി, ഞാൻ പിന്നെ അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്ന് പറയാണ് മാമച്ചായൻ. ഇതൊക്കെ കേട്ടിരിക്കട്ടോ രേവതിക്കുട്ടി. അങ്ങനെ എന്താണെങ്കിലും ഭയങ്കര ഹാപ്പിയായിട്ട് രേവതിക്കുട്ടി സന്തോഷമായി. പക്ഷേ ചിന്നുമോള് എടുത്ത് പറഞ്ഞിട്ടുണ്ട് രേവതി ആൻറ്റിയെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ചിന്നുമോളും കുറച്ച് ഹാപ്പി ആയിട്ടാട്ടോ ഇരിക്കുന്നത്. അതായത് രേവതി ആൻറ്റി വരും എന്നുള്ളൊരു പ്രതീക്ഷ ചിന്നുമോളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നെക്സ്റ്റ് ഓരോ എപ്പിസോഡിലും ഇങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ രേവതി മലീനിയാണ് ചിന്നുമോളെ മാമച്ചാനും ഗ്രേസമ്മയുടെയും കയ്യിലേക്ക് എത്തിക്കാനൊരു കാരണക്കാരാവുന്നത്. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ്, അതായത് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ബ്രിജിത്താമ്മ ചിന്നുമോളെ അവിടെ തന്നെയുള്ളൊരു ഓർഫനേജിലൊക്കെ ആക്കിയത്. ബ്രിജിത്താമ്മയ്ക്ക് മരിക്കുന്നതിന് മുൻപ് എല്ലാം ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്താണെങ്കിലും അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.